Hey guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റിയോന്റെ സ്കൂളിലെ PTA മീറ്റിങ്ങിനാണ് ട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഇരിക്കുന്നത് റിയോൻ്റെ ക്ലാസ് റൂമിലാണ് അവിടെ അതേ ക്ലാസ് ടീച്ചർ പിന്നെ വേറെ കുറേ പാരൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നിക്കിബിയും ഉണ്ട്. നിക്കിബിയും ഞാനെന്താ ഇവിടെ ഇരിക്കണം കേട്ടോ. നിക്കിബി ആണെങ്കിൽ അവൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിയൊക്കെ ഇങ്ങനെ നടക്കണമായിരുന്നു. അതേ അതാണ്. റിയോബിയാണെങ്കിൽ നല്ല കൂളായിരുന്നു കേട്ടോ. അവനൊരു ടെൻഷനില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നേരത്ത് ഞാനിങ്ങനെ അവനെ ടെൻഷൻ കയറ്റിക്കൊണ്ടിരിക്കണമായിരുന്നു. ഏടാ എന്തായിരിക്കും. പക്ഷെ അവന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അവൻ്റെ മാർക്കൊക്കെ വന്ന് അവൻ എല്ലാത്തിനും നല്ല ഫുൾ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ആള് കൂളായിട്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ പാർക്കിലേക്ക് പോയി. അങ്ങനെ നിക്കി ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നിക്കിക്ക് പാർക്ക് വന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വിളിച്ചിട്ട് അവൻ തിരിച്ച് വരുന്നുണ്ടായിരുന്നില്ല. അവിടെ തന്നെ നിൽക്കുന്ന കണ്ടീഷനിലായിരുന്നു രണ്ടുപേരും. കാരണം നിക്കി പാർക്കിൽ പോകെങ്കിലും അവൻ ഫസ്റ്റായിട്ടാണ് തനിയെ സ്ലൈഡിൽ ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പിടിച്ചു കൊടുക്കും. സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോഴാണ് അവൻ സ്ലൈഡിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വന്നത്. ഇത്തവണ അവിടെ ചെന്നിട്ട് അവൻ തനിയെ കയറി തനിയെ ഇറങ്ങി. അതുകൊണ്ട് ആൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആൾ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ലാസ്റ്റ് PTA മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടി നിന്നിട്ട് ഇതുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരെയും സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒച്ച കേട്ടാൽ ഞാൻ മനസ്സിലാവും. കാരണം നിങ്ങൾ അത്രയും എൻ്റർടൈൻമെൻറ്റിലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ഇവർ കുറേ ഇപ്പോൾ ഒരു വൺ വീക്ക് അല്ല അതിൽ കൂടുതൽ 1 മന്തിൽ എബവ് ആയിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടെ കണ്ടിട്ട്. കാരണം ഇപ്പോൾ ഇവർ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത് കാരണം ഇവർ ഇടയ്ക്കൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാറുള്ളൂ. അത് കാരണം ഇവർ ആ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേർക്കും. കാരണം രണ്ടുപേരും ഭയങ്കര ജോലിയായിരുന്നു. പിന്നെ ഇങ്ങനെ കൂടി ഇരിക്കുമ്പോഴാണ് ചെറിയ രീതിയിലുള്ള തല്ലുടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊന്നും കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ കയറിയിട്ടാ. അങ്ങനെ അതേ കടയിൽ കയറിയപ്പോൾ നിക്കിബി ഓരോ സാധനങ്ങൾ നോക്കണം നോട്ടോണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കണത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്തതായിരുന്നു പൈനാപ്പിൾ അല്ല, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, പിന്നെ അതുപോലെ തന്നെ മാംഗോ. ഞങ്ങൾ ഈ 3 ഷേക്കാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മോമോസും ഓർഡർ ചെയ്ത് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ വന്നപ്പോൾ 2 എണ്ണം സൈലൻ്റ് ആയിട്ട്, അതുവരെ ഭയങ്കര വയലൻ്റായിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് കണ്ടപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും സൈലൻ്റായി. പിന്നെ അതിനകത്തായി കോൺസെൻട്രേഷനൊക്കെ. സോ ഗൈസ് ഞങ്ങളിപ്പോൾ മാഞ്ഞാലിയാണ് കേട്ടോ ഞങ്ങളുടെ ലൊക്കേഷൻ. അപ്പോൾ ഇവിടെയാണ് അവൻ്റെ സ്കൂൾ ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബേക്കറിയിലാണ് ഞങ്ങൾ കയറിയിരുന്നത്. അങ്ങനെ ദേ ഫുഡൊക്കെ വന്ന് ദേ ഇവർ കഴിച്ചു തുടങ്ങിയിട്ട് ഇവർ രണ്ടുപേരും ദേ മര്യാദക്ക് സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിക്കേണ്ട ഒരു കുഴപ്പമില്ലാണ്ട്. ഇത്ര നേരം രണ്ടും കൂടെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ഇപ്പോൾ ഫുഡ് വന്നപ്പോൾ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു 3-3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്തിരി അധികം നേരം അവിടെ റെസ്റ്റ് ചെയ്ത്. കാരണം വണ്ടി 2 വീലറിനാണല്ലോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് സാവധാനം പോകാമെന്ന് വിചാരിച്ചതേ. ചേച്ചി കണ്ടാട്ടോ കൂടെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ എനിക്കര എത്താറായി. മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് റെയിൻകോട്ട് ഇല്ല, പിങ്കിക്ക് റെയിൻകോട്ട് ഉണ്ട്, റിയോനും റെയിൻകോട്ട് ഉണ്ട്. ഞങ്ങളാണ് റെയിൻകോട്ട് ഇല്ലാത്ത ആൾക്കാർ. അപ്പം ഞങ്ങൾ ആ ഒരു ടെൻഷനിലായിരുന്നു. ദൈവമേ മഴ കിട്ടും. പക്ഷേ ഇല്ലട്ടോ, ഞങ്ങൾ സേഫായിട്ട് ഇതേ വീട് എത്തി കേട്ടോ. അത് ഞങ്ങളിപ്പോൾ ഏഴിക്കര ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ്. സോ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ ഗൈസ് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. So thank you for watching and love you and bye.